പിന്നെ 3 മണിയാകുമ്പം വിളിച്ചു പറഞ്ഞ ഒരു കൂട്ടുകാരൻ വരും, 7,000 രൂപ പേഴ്സ് ഇരിപ്പുണ്ട്, എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അറിയുന്നത് രാത്രി 11 മണിയായപ്പം 2 പേര് വന്ന് പറഞ്ഞു ജിതിന് ആക്സിഡൻ്റ് ഉണ്ടായി. പിന്നെ കൂടുതൽ പറഞ്ഞു ജിതിൻ മരിച്ചെന്ന്. വിഷ്ണു ആകാശയുടെ കൂട്ടത്തിൽ കണ്ടാൽ നിൽക്കുന്ന വിഷ്ണു അവരുടെ കൂടെ പോയത്. ആകാശം എന്ന് പറഞ്ഞ് കാറിനാണ് പോയത്, പത്തനംതിട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എനിക്കത്ര പരിചയമില്ല. അവർ മടുത്തോഴി കൊച്ചുപാലത്തിൻ്റെ അവിടെ ഉള്ള ഒന്നും അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല. അവൻ പണിക്ക് പിന്നെ അവൻ +2 പാസ്സായി, സിവിൽ എഞ്ചിനീയറിംഗിൽ പോയി, 2 പ്രാവശ്യം ഗൾഫിൽ പോയി, തിരിച്ച് വന്ന് അവിടെ ശമ്പളക്കുറവാണെന്ന് പറഞ്ഞിട്ട് ചെറിയ തടിയെടുത്ത് കച്ചവടമുണ്ട്. പിന്നെ ലോഡിങ്ങിന് പോകുമായിരുന്നു സിയറ്റിൻ്റെ, പിന്നെ തടി പണിക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വീട്ടിലെ കാര്യങ്ങൾ. പിന്നെ എനിക്കിതുപോലെ പിന്നെ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം അവൻ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. 2 മക്കളാണ്. പിന്നെ ഇവനാ മൂത്തത്, പിന്നെ മോൾ ഇളയത്. മോൾ പോകാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഭാര്യ മോടെ ഡെലിവറി ആവശ്യത്തിന് വേണ്ടി ബഹ്റിൻ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിരിക്കുക. അപ്പോൾ ഞാൻ 2 മാത്രമല്ലായിരുന്നു വീട്ടിൽ. ഇല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ പണിക്ക് പോകും, രാവിലെ പണിക്ക് പോകും, വൈകിട്ട് വീട്ടിൽ വരും. അങ്ങനെ പ്രശ്നം. പിന്നെ ഞായറാഴ്ചയേ ഉള്ളൂ ഒരവധി. ഉച്ചവരെ വീട്ടിൽ രാവിലെ വിറക് വെട്ടി കീറും, പിന്നെ വീട്ടിലെ എല്ലാം തൂത്തുവാരി, പിന്നെ അവൻ്റെ തുണികളെ നനച്ചിട്ട് കുളിച്ച് രാവിലത്തെ ഭക്ഷണം കഴിച്ച് വീട്ടിൽ 1 മണി വരെ വീട്ടിലുണ്ടായിരുന്നു. ഈ പുള്ളി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ CTUവിൻ്റെ യൂണിയൻ, ട്രേഡ് യൂണിയൻ്റെ അതേ ഉള്ളൂ. അത് വല്ലാതെ പാർട്ടിപരമായിട്ടൊന്നും ഒരു കാര്യത്തിനും പോകാറില്ല. ഇല്ല, രാഷ്ട്രീയ പ്രശ്നമായിട്ടുള്ള എനിക്ക്. പിന്നെ കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്. ഇനി അവർ ഇതിനകത്ത് രാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒന്നും അറിയത്തില്ല, എന്താണ് സംഭവം എന്നറിയത്തില്ല. 1 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നു, കൂട്ടുകാരുടെ കൂടെ പോകുന്നത്. 11 മണി ഉറങ്ങി. ഇതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ അവർ പിന്നെ DYFIയുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പേര് ഷാജി.